ഇനി നേരെ നിലമ്പൂരിലേക്ക് പോവുകയാണ്. നിലമ്പൂരിൽ ഇപ്പോൾ മത്സര ചിത്രമൊക്കെ തെളിഞ്ഞതോടെ പ്രചരണ തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. LDF സ്ഥാനാർത്ഥി M സ്വരാജിന്റെ വാഹന പര്യടനം എടക്കര പഞ്ചായത്തിലാണ്. ആര്യാടൻ ചൗക്കത്തിനായി K മുരളീധരൻ പ്രചരണത്തിനെത്തും. JDS ദേശീയ കൗൺസിൽ അംഗം നിലമ്പൂർ നഗരസഭാ കൗൺസിലറുമായ ഇസ്മയിൽ ഇരിഞ്ഞിക്കൽ അൻവറിനൊപ്പം ചേർന്നു. ബിനിൽ ലീല സാബു ചേർന്ന വിവരങ്ങളുമായി. ബിനിൽ, ഈ പോരാട്ട ചിത്രമൊക്കെ തെളിഞ്ഞതോടെ സ്ഥാനാർത്ഥികൾ കടുത്ത പ്രചരണത്തിലാണ്. ഈ മറ്റ് ചർച്ചകളിൽ നിന്നൊക്കെ മാറി ജനങ്ങളിലേക്ക് രാഷ്ട്രീയ വിഷയങ്ങൾ എത്തിച്ചു തുടങ്ങി ഈ LDFും UDFും BJPയും. ഈ അൻവറിന്റെ കാര്യത്തിൽ ഇപ്പോഴും സസ്പെൻസുകൾ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് ഈ JDS ദേശീയ കൗൺസിൽ അംഗങ്ങളും ഭൂരിഭാഗം പ്രവർത്തകരും അൻവറിനൊപ്പം ചേർന്നതിന് പിന്നാലെ തീർച്ചയായും അത് തന്നെയാണ്. ചില ആളുകളൊക്കെ അങ്ങനെ അൻവർ കൂടെ കൂട്ടുന്നുണ്ട്. അങ്ങനെ കൂടെ കൂട്ടി നേട്ടമുണ്ടാക്കുക തന്നെയാണ് അൻവർ മുന്നോട്ട് വയ്ക്കുന്ന നിലമ്പൂരിലെ രാഷ്ട്രീയം. എന്തായാലും കനത്ത ചൂടാണ് നിലമ്പൂരിൽ. മഴയൊക്കെ മാറി നിൽക്കുകയാണ്. പ്രചാരണത്തിലും ആവേശ ചൂടുണ്ട്. പ്രചാരണത്തിൽ ഇന്ന് UDF ഇന്ന് പരസ്യ പ്രചാരണമില്ല. അവിടെ വാഹന പ്രചാരണം ഇന്നില്ല. കാരണം നാളെ ബക്രീദാണ്. അതുകൊണ്ട് ഇന്നും നാളെയും ആ പ്രചാരണ പരിപാടികളില്ല. വ്യക്തികളെ നേരിട്ട് കാണുന്ന തിരക്കിലാണ് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ഉള്ളത്. ഇന്ന് അദ്ദേഹം ചില മരണ വീടുകളിൽ പോയി. അതോടൊപ്പം തന്നെ മറ്റ് ചില ചടങ്ങുകൾ നടക്കുന്ന വീടുകളിലൊക്കെ പോയി പ്രമുഖ വ്യക്തികളൊക്കെ അദ്ദേഹം കണ്ടു. അതിനുശേഷം ഇന്ന് 3:30 കൂടി അദ്ദേഹം മാധ്യമങ്ങളെ കാണും. പ്രത്യേകിച്ച് പെരുന്നാൾ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നത്. അതിപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചായിരിക്കും ആ മാധ്യമങ്ങളെ കാണുക. മറ്റൊന്ന് M സ്വരാജും പ്രചാരണത്തിൽ സജീവമായി മുന്നോട്ട് പോവുകയാണ്. എടക്കര പഞ്ചായത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രചാരണ പരിപാടികൾ ഉണ്ടായിരുന്നത്. നേരത്തെ സെയ്ദ് പറഞ്ഞതുപോലെ രാഷ്ട്രീയ വിഷയങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഉയർത്തുന്നത്. തുടക്കത്തിൽ PV അൻവർ ഉയർത്തിയ ചില വിഷയങ്ങളുമൊക്കെ അൻവറിൻ്റെ രാഷ്ട്രീയ നിലപാടൊക്കെ ആയിരുന്നു ആദ്യഘട്ടത്തിൽ ചർച്ചയായതെങ്കിൽ ഇപ്പോൾ അത് മാറ്റിവെച്ച് പ്രത്യേകിച്ച് നിലമ്പൂരിൻ്റെ വികസന കാര്യങ്ങളിലേക്കൊക്കെ കടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് സംസ്ഥാന രാഷ്ട്രീയത്തിൽ വിവാദങ്ങളും നിലവിൽ ഇപ്പോഴുണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ മലപ്പുറം സംബന്ധിച്ച വിവാദ പരാമർശങ്ങൾ തന്നെയാണ്. അതിപ്പോഴും ഇവിടെ ചർച്ചയിലുണ്ട് എന്നാണ് UDF നേതാക്കൾ പറയുന്നത്. അവരുടെ പ്രചാരണത്തിലൊക്കെ സജീവമായി അത് ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. LDF പ്രധാനമായും ഉന്നയിക്കുന്നത് പെൻഷനുമായി ബന്ധപ്പെട്ട KC വേണുഗോപാൽ പരാമർശമാണ്. അതിൽ മാപ്പ് പറയണമെന്ന വാദത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. അതിൽ പ്രചാരണത്തിൽ സജീവമായി മുന്നണികൾ ഒപ്പത്തിനൊപ്പം മുന്നോട്ട് പോവുകയാണ്. സേതു. യെസ്, ഓക്കെ ബിനിൽ. അപ്പോൾ നിലമ്പൂരിൽ പ്രചരണ ചൂട് ഏറിയിട്ടുണ്ട്. സ്ഥാനാർത്ഥികൾ ഒപ്പത്തിനൊപ്പം പ്രചരണവുമായി മുന്നോട്ട് പോകുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ബിനിൽ ലീല സാബു നിലമ്പൂരിൽ നിന്ന്.